ചെവെടുത്തുകൾ ഉണ്ടാക്കാൻ പിന്നെ ഇത് മൊത്തം ഉണ്ടാക്കണമെങ്കിൽ ഒരു 600-700 പൂ വേണം. ഏകദേശം ഒരു 15 അടി പൊക്കമൊക്കെ വരുന്നുണ്ട്. ഓരോ നില കിട്ടുന്ന അകലം എന്ന് പറയുന്നത് ഒരു 7-6.5 ഇഞ്ചൊക്കെ ഇട്ട് അകലം കിട്ടുന്നത്. എതളെന്ന് പറയാൻ വെള്ള എതൾ ഇടുന്നത് 10 എണ്ണങ്ങൾ ഇടുന്നത്. പിന്നെ നടുക്ക് കളറ് ഒരു പേപ്പർ, പിന്നെ ഒരു പപ്പടം, പിന്നെ ഒരു പച്ച. വേലയും പൂരവും പോലെ കേരളത്തിൻ്റെ സാംസ്കാരികോത്സവ കാഴ്ചകളിൽ പ്രമുഖ സ്ഥാനം കുംഭകോണത്തിനുണ്ട്. പ്രകൃതിയുമായി ഒത്തിണങ്ങിയ ആഘോഷമാണിത്. കവുങ്ങിൻ വാരിയിൽ ഈർക്കിലും വർണ്ണക്കല്ലാസുകളും കൊണ്ടുണ്ടാക്കിയ വർണ്ണപുഷ്പ ചെണ്ടുകൾ അമ്മയ്ക്കുള്ള പൂജാപുഷ്പങ്ങളാകുന്നു. നാട്ടുവഴികളിൽ ഊരുചുറ്റിയെത്തുന്ന അമ്മയ്ക്ക് അകമ്പടിത്താളമായി നിറയുന്ന ചെണ്ടമേളവും ശരണമന്ത്രങ്ങളും ദേശത്തിൻ്റെ ശരണഗീതമാകുന്നു. മനുഷ്യ മനസ്സിൻ്റെ കലാവിരുതും ഭക്തിരസവും സമ്മേളിച്ച അമ്പരചുംബികളായ പൂച്ചെണ്ടുകൾക്ക് പിന്നിൽ തളർച്ചയില്ലാത്ത അധ്വാനത്തിൻ്റെ കഥകളുണ്ട്. ആ കഥകൾ നമ്മളോട് പറയുന്നത് അമ്മയോടുള്ള സ്നേഹത്തിൻ്റെ, ഭക്തിയുടെ ജീവിത യാഥാർത്ഥ്യങ്ങളാണ്. യുവതലമുറ വിശ്വാസവും ധർമ്മവും മറന്ന് വഴിതെറ്റുന്നുവെന്ന് പറയുന്നവർക്ക് ചെറിയൊരു മറുപടിയാണ് ഈ കാഴ്ചകൾ. പരീക്ഷാക്കാലത്താണ് കാവിലമ്മയുടെ കുംഭകുട മഹോത്സവം വരുന്നത്. പരീക്ഷയുടെ തിരക്കിനിടയിൽ കരവിരുതിൻ്റെയും ക്ഷമയുടെയും ഭക്തിയുടെയും പൂച്ചെണ്ടുകൾ ഒരുങ്ങുകയാണ്. മധ്യ തിരുവിതാംകൂറിലെ കുംഭകുടാഘോഷങ്ങൾക്കുള്ള ചെണ്ടുകൾ രൂപം കൊള്ളുന്ന കാഴ്ചയാണിത്. ഉണ്ടാക്കിയ പൂ പൂ പല കൊണ്ടുണ്ട്. വാളുവും ഉണ്ട്, കാപ്പിപ്പൂ ഉണ്ട്, കാബേജും ഉണ്ട്, ഏറവും ഉണ്ട്, അങ്ങനെ കുറേ പൂ ഉണ്ട്. നമ്മളിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന വാളവും എന്നാണ് ഇതിൻ്റെ പേര്. ഇത് വെട്ടാൻ ഇച്ചിരി കഷ്ടപ്പാടാണ്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് വെട്ടി നല്ല ഭംഗിയായി പൂ ഉണ്ടാക്കി കഴിഞ്ഞാൽ കാണാം. പിന്നെ ഒരു അലിക്ക് അപ്പഴും ഈ വെള്ള വട്ടത്തിൽ വെട്ടിയിട്ടേക്കുന്നത് കരിയാതെ ഇടുന്നതാണ്. ഇത്രയാണ് ഒരു പൂവിനിടുന്നത് സാധാരണയായിട്ട്. ഇത്ര കെട്ടണമെങ്കിൽ കുറച്ച് ദിവസങ്ങൾ എടുക്കും, ഒരു 10-20 ദിവസം എടുക്കും. പിന്നെ നല്ല ക്ഷമയും വേണം ഉണ്ടാക്കണമെങ്കിൽ. ക്ഷമ എടുത്ത് വേണം ഉണ്ടാക്കാൻ. പിന്നെ ഇത് മൊത്തം ഉണ്ടാക്കണമെങ്കിൽ ഒരു 600-700 പൂ വേണം. 600-700 പൂ. പിന്നെ നല്ല കഷ്ടപ്പാടുണ്ട്. ഞങ്ങൾ കൂട്ടുകാരെല്ലാം കൂടെ ചേർന്നാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഇത്ര നിലയായി, 12 നില വരെ ആയി. പിന്നെ ബാക്കി 9 നിലയും കൂടെ ഉണ്ട്. 21 മൊത്തം കിട്ടുന്നത്. 23-ാം തീയതിയാണ് കുടം. അതിന് മുമ്പേ കെട്ടിത്തീർക്കണം. ഇപ്പോൾ താഴോട്ട് വരുമ്പോൾ ഈർക്കിലേക്ക് നീളം കുറവാണ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ വേറെ ഈർക്കിൽ വെച്ച് ജോയിൻ്റ് ഇടിക്കും. സെലോറ്റേപ്പ് വെച്ച് കൂട്ടി അടിച്ച് നീളം കൂട്ടും. എന്നിട്ടാണ് കിട്ടുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ വെച്ച് കെട്ടിയിട്ട് ഇങ്ങനെ തോതനുസരിച്ച് ഇവിടെ ഞങ്ങൾ തോത് കയറ് കിട്ടും. അതനുസരിച്ച് വലിച്ചു വെച്ചിട്ട് ഇതുമെല്ലാം ഒട്ടിക്കും. പച്ചയെല്ലാം കൂട്ടി ഒട്ടിക്കും. ഇതിപ്പോൾ മെനക്കെട്ടിട്ട് നീങ്ങുകയാണെങ്കിൽ ഒരു 10-15 ദിവസം കൊണ്ട് തീരും. ഞങ്ങൾക്ക് സ്കൂളിലൊക്കെ പോകുന്നതുകൊണ്ടാണ് സമയം തികയാത്തതുകൊണ്ട് നേരത്തെ തുടങ്ങിയത്. ഇപ്പോൾ ഒരു 5-6 ദിവസം കൊണ്ട് ഇപ്പോൾ തീരും. പിന്നെ ഞങ്ങൾ കൂട്ടുകാരന്മാരെല്ലാം കൂടെ ചേർന്ന് ഞങ്ങൾ ചിത്രം ഉണ്ടാക്കി അവരാ പൂ ഉണ്ടാക്കി തരുന്നത്. ഞാൻ കിട്ടുമൊക്കെ ചെയ്യും. 10-15 ദിവസം ക്ഷമയോടുകൂടി കണക്കനുസരിച്ച് നിർമ്മിക്കുന്ന ചെണ്ടുകൾ മുൻ തലമുറ ബാക്കി വെച്ചെടുത്തു നിന്നും വരും തലമുറ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇതിനു പിന്നിൽ ഒന്നേയുള്ളൂ, അമ്മയുടെ അനുഗ്രഹം. കോട്ടയം ജില്ലയിലെ വെള്ളൂത്തുരുത്തിക്കാവിലേക്കുള്ള കുംഭഭരണി ആഘോഷങ്ങളുടെ ഭാഗമായി പനച്ചിക്കാട് ദക്ഷിണ മൂകാംബിക സന്നിധിയിൽ നിന്നും പുറപ്പെടുന്ന ഘോഷയാത്രയ്ക്ക് വേണ്ടി യുവത്വത്തിൻ്റെ സമർപ്പണ കാഴ്ചകളാണിത്. വെറുമൊരു ആഘോഷ കാഴ്ചയല്ലത്, ആത്മസമർപ്പണ കാഴ്ചയാണ്.